ഡിയർ ഫ്രണ്ട്സ്, വീക്ക്ലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിട്ടുള്ള മാർക്കറ്റ് ഡെവലപ്മെന്റ്സ്, ഇനി വരാനിരിക്കുന്ന ആഴ്ചയിലുള്ള എക്സ്പെക്ടേഷൻ, ഇവന്റ്സ്, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ 1 അവർ കാൻഡിലാണ്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത് ഒരു റേഞ്ച് ബൗണ്ടായിരുന്നു. എന്നാൽ ലാസ്റ്റ് ദിവസം വെള്ളിയാഴ്ച ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് നിഫ്റ്റി ഇറങ്ങി. അതിനുശേഷം ഷാർപ്പ് റിക്കവറി ചെയ്തു. ആ റേഞ്ച് കവർ ചെയ്തിട്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചാർട്ട് വീക്ക്ലി ക്യാൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിഫ്റ്റിയുടെ നിലവിലുള്ള വീക്ക്ലി ക്യാൻഡിൽസ് ചാർട്ടാണിത്. നമുക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ആ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ബുള്ളിഷ് സെന്റിമെന്റ്സ് തന്നെയാണ്. 0.37% മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നേട്ടം കൈവരിച്ചതെങ്കിലും ഇനി മുന്നോട്ട് ഇത് 25,100 ലെവലിലേക്ക് പോകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയുടെ 1 അവർ ചാർട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം, നല്ലൊരു സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി കയറി പോയായിരുന്നു. ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, അതിന് ശേഷം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷേ അതേപോലെ തിരിച്ചു വന്നു, ആ ഹൈയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹൈയുടെ മുകളിലാണ് ഇപ്പോൾ ലാസ്റ്റ് 1 അവർ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുന്ന് ഫോളോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇപ്പം നിലവിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു സോണാണ്. ഇവിടുന്ന് നല്ലൊരു ക്യാൻഡിൽ വന്ന് വീണ്ടും റീടെസ്റ്റ് വന്ന് ഇവിടുന്ന് തിരിച്ചു കയറുകയാണെങ്കിൽ നമുക്ക് 25,000 പ്രതീക്ഷിക്കാം. അതല്ല, ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴെ വീഴാണെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തേക്കാം. 23,900 അല്ലെങ്കിൽ 23,800 ലെവലിലൊക്കെ പതിയെ ഇറങ്ങി വന്നേക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അതിനു മുമ്പത്തെ ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം 3.63%, അത് മുഴുവനും നിലനിർത്തി തന്നെ ഈ ആഴ്ച 0.38% ക്ലോസിംഗ് കിട്ടി. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അല്ലാതെ മാർക്കറ്റിനെ താഴെ കൊണ്ടുപോകാൻ മാത്രം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. നമുക്ക് മുന്നിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു ഇവന്റ് എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ബഡ്ജറ്റ് തന്നെയാണ്. അതിനു മുമ്പ് കാര്യമായിട്ടുള്ളൊരു വലിയൊരു ഇവന്റ് അല്ലെങ്കിൽ മാർക്കറ്റിനെ താഴെ കൊണ്ടുപോകാൻ മാത്രം കാര്യമായിട്ടുള്ളൊരു ഇവന്റ്സ് ഒന്നും നമുക്ക് മുന്നിലില്ല. അപ്പം എന്തായാലും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മുന്നേറ്റം തുടരുന്നത് തന്നെയാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 0.36% ചെറിയൊരു ലോസ് ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പത്തെ 3 ആഴ്ചയുടെ റാലിക്ക് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഡയറക്ഷൻ കിട്ടാതെ നിൽക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടുന്ന് തിരിച്ച് കയറാൻ തന്നെയാണ് സാധ്യത. വിക്സിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച ചെറിയതായിട്ടൊരു വളറ്റിലായിരുന്നെങ്കിൽ പോലും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ചന് മുമ്പത്തെ ആഴ്ച വന്നിട്ടുള്ള 3% പ്രോഫിറ്റ് നിലനിർത്തി തന്നെയാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.14% നേട്ടമാണ്. ഇനി IT ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ IT ഇൻഡെക്സ് നല്ല ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ല ഗെയിൻ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ട്, 2.86%. അതിന് മുന്നേ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു IT നല്ലൊരു ബുള്ളിഷിലാണുള്ളതെന്ന്. നിഫ്റ്റി ഫാർമയിൽ കഴിഞ്ഞ ആഴ്ച 1.24% ലോസ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഫാർമ അല്പം വീക്ക്നെസ് ആണ് നമ്മൾ പറഞ്ഞതാണ്. ഇനി മുന്നോട്ടും അത് ചെറിയതായിട്ട് ഒരു കറക്ഷനിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു സ്ലോ ഡൗൺ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പെട്ടെന്നൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നില്ല. FMCGയിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അല്പം വീക്ക്നെസ് തന്നെയായിരുന്നു, 1.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ഓട്ടോയിൽ കഴിഞ്ഞ ആഴ്ച 0.78% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് ദിവസം ചെറിയൊരു നല്ലൊരു റിക്കവറി നിഫ്റ്റി ഓട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സോണ് 23,990 മറികടന്നാൽ ഒരു പക്ഷേ അല്പം പോസിറ്റീവ്നെസ് നമുക്ക് നിഫ്റ്റി ഓട്ടോയിൽ കണ്ടേക്കാം. പിന്നെ കുറച്ചും കൂടി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരുന്നു നിഫ്റ്റി റിയാലിറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ 1.04% നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. അതിന് മുമ്പത്തെ ആഴ്ച കൈവരിച്ചിട്ടുള്ളത് 5.27 നേട്ടമാണ്. അത് മുഴുവൻ നിലനിർത്തി തന്നെയാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് തന്നെയാണ് വീക്കിലി നോക്കുമ്പോൾ. ഇനി നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. മിക്കവാറും ഇത് ക്ലോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി മെറ്റലാണെങ്കിലും കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ഉണ്ടായിട്ടുള്ള 4.02% ഗെയിന് നിലനിർത്തി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഇൻഡെക്സിലും നമുക്ക് അല്ലെങ്കിൽ എല്ലാ സെക്ടറിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ആ ഒരു പോസിറ്റീവ്നെസ് നിലനിർത്താൻ പറ്റുമോ എന്നത് ഈ ആഴ്ച കണ്ടറിയേണ്ട ഒരു നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഡെയിലി ക്യാൻഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു കൺഫ്യൂസ്ഡ് ആണ് നമുക്ക് നൽകുന്നത് ഈ ക്യാൻഡിൽസ് ഒക്കെ. ഇനി ഗോൾഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 0.56% ഒരു 0.5% ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൗ ജോൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 1.82% ഇടിവാണ് US മാർക്കറ്റിൽ ഡൗ ജോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. US IT ഇൻഡെക്സ് നാസ്ഡാക്ക് 0.7% ഗെയിനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. BSEയിലുള്ള സെൻസെക്സ് സാധാരണ പരിശോധിക്കാറില്ല. ഇത് നിഫ്റ്റിയുടെ സെയിം പാറ്റേൺ ആയിരിക്കും, അതുകൊണ്ടാണ്
ഞാൻ നിഫ്റ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാം. നോക്കിക്കോളൂ, സെയിം പാറ്റേൺ ആയിരിക്കും. സെയിം പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാത്തത്. ഇനി അടുത്ത ആഴ്ചയിലുള്ള ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി WPI ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട് തിങ്കളാഴ്ച. അതിനുശേഷം കാര്യമായിട്ടുള്ള ഡാറ്റാസ് ഒന്നും നമ്മുടെ മുന്നിൽ ഇപ്പം വരാനില്ല, ഇവന്റ്സ് ഒന്നും നമ്മുടെ മുന്നിലില്ല. കുറച്ചൊക്കെ നമുക്കിവിടെ കാണാം, ഗ്ലോബൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫ്ലേഷൻ ഡാറ്റാസ് ഒക്കെ വരാണ്ട്. ഇറ്റലിയുടെ, ഫിലിപ്പീൻ്റെ, UK യുടെ, പിന്നെ US-ന്റെ GDP വരാനുണ്ട്. അങ്ങനെ കുറച്ച് ഡാറ്റാസ് മാത്രമാണ്. ഇതൊന്നും മാർക്കറ്റ് കാര്യമായി ബാധിക്കുന്ന ഒരു ഘടകമല്ല. നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള പ്രശ്നം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാത്രമാണ്. അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഒരു പക്ഷേ ചെറിയൊരു ഡിപ്പിലൊക്കെ പോകുകയാണെങ്കിൽ താഴെ നിന്ന് എന്തായാലും ബയേഴ്സ് അവൈലബിൾ ആണ്. ഓരോ ഡിപ്പിലും ബൈങ് നടക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഓരോ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ബഡ്ജറ്റ് വരെ മാർക്കറ്റ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ വീച്ചിലും ബയേഴ്സ് വരും. വീണ്ടും അവിടെ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഓരോ ആഴ്ചയിലുള്ള ഡെവലപ്മെന്റ്സ് പോലെ ഇരിക്കും. മാർക്കറ്റ് ഡെവലപ്മെന്റ്സ് എങ്ങനെ നമുക്ക് കൂടുതൽ പ്രവചിക്കാൻ പറ്റില്ല. തൽക്കാലം നെക്സ്റ്റ് വീക്കിൽ കാര്യമായിട്ടുള്ളൊന്നും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സിൽ കൂടി അറിയാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി.